രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും മുട്ടക്കറിയുമാണ്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് ഒരു സവാള, 2-3 അല്ലി വെളുത്തുള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ 3/4 ഭാഗത്തോളം സവാള ഇങ്ങെടുത്തിട്ടുണ്ട് ഒന്ന് അരച്ച് ചേർക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഉരുളൻകിഴങ്ങ് ഞാനൊന്ന് വേവിച്ചിട്ടാണ് ഇതിൽ ചേർത്ത്. എന്നിട്ട് കുറച്ച് പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയിൽ ഞാൻ ആ അരച്ച സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായേ. അപ്പോൾ കൊച്ചിന് ടിഫിൻ കൊടുക്കാനായിട്ട് അവന് മുട്ട നമ്മൾ കൊടുത്തു വിടുവാണെങ്കിൽ, മുട്ട ചേർത്ത് എന്തെങ്കിലും കൊടുത്തു വിടുവാണെങ്കിൽ അവന് ഭയങ്കര പേടിയാണ്. കൂടിരിക്കുന്ന പിള്ളേർ മുട്ടയൊന്നും കഴിക്കത്തില്ലെന്നും പറഞ്ഞ്. അപ്പം ഞാൻ എന്ത് തോന്നുന്നു, ഇങ്ങനെ ഒരു കുഴിയൻ പാത്രത്തിൽ മുട്ടയൊന്ന് വറുത്തിട്ട് ഇങ്ങനെ നമ്മൾ പൊരിച്ചിട്ട് അത് ബ്രെഡിൻ്റെ നടുക്ക് വെച്ചിട്ട് അതൊന്ന് ടോസ്റ്ററിലൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം അതങ്ങ് നന്നായിട്ട് ഒട്ടിയിരിക്കുമല്ലേ, എന്തോ അകത്തുള്ള എന്തോന്ന് മനസ്സിലാവത്തില്ലല്ലേ. പിള്ളേരൊന്നും പറയത്തില്ലെങ്കിലും ഇവനൊരു പേടി അത് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സാമ്പാർ വെക്കുന്നുണ്ട്. അതിനായിട്ട് പൊടികൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഒന്ന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പച്ചക്കറിയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അതൊന്ന് ഒരു 2-3 വിസിലടിച്ചെടുക്കുകയെ. അപ്പോൾ മീൻ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം അച്ചാറിന് വേണ്ടി. അപ്പം ഞാൻ അവിടെ ഒരു സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ച് ഒരു മണത്തിന് വേണ്ടി. അപ്പോൾ സാമ്പാറൊക്കെ വിസിലടിച്ച് എന്നിട്ട് ലാസ്റ്റിൽ ഞാനിപ്പം അതൊന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. അത് തിളച്ച് വരുന്നുണ്ട്. പിന്നെ കടുക് കൂടെ വറുത്ത് ചേർക്കാം. കടുക് വറുക്കുന്ന സമയത്താണ് ഞാൻ ഉലുവാപ്പൊടി കായപ്പൊടി ചേർക്കുന്നത്. ഇപ്പോൾ കട്ടക്കായമാണെങ്കിൽ അത് പച്ചക്കറി വേവിക്കുന്ന സമയത്തങ്ങ് ചേർക്കും. ഇപ്പം കായപ്പൊടി ആയതുകൊണ്ട് ഇപ്പോഴാണ് ചേർത്ത്. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പം മീനെല്ലാം വെട്ടി ഒരു 5-6 കിലോ മീനുണ്ടായിരുന്നു. അതെല്ലാം വെട്ടി വന്നപ്പോഴത്തേന് ക്ഷീണിച്ച് ചോറൊന്നും കഴിക്കണമെന്ന് തോന്നിയില്ല ഉച്ചയ്ക്ക്. അപ്പോൾ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ച്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് മീൻകറി വെക്കാനായിട്ട് മീനെല്ലാം അച്ചാറിനുള്ളത് കുറച്ച് മാറ്റി വെച്ച് ബാക്കിയുള്ളത് കറിക്കായിട്ടുള്ളത് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു. എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള പുളിവെള്ളവും ചേർത്തതിന് ശേഷം അരപ്പൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് മീൻ കഷ്ണങ്ങൾ വറക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി പച്ച കറിവേപ്പില ഇട്ടിട്ട് അതൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞോടെ മീനൊക്കെ ഒന്ന് വറ്റി വന്ന് അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.